വിട്ടുകൊടുത്തേക്കുക, മനസ്സിനെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തേക്കുക. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ ചെറിയൊരു ഇൻസ്റ്റന്റ് ഹിപ്നോസിസ് സെഷൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? വില്ലിങ് ആണോ? ഓക്കെ ആണല്ലേ. നേരെ ഇരുന്നാൽ മതി. ഓക്കെ, ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചോ. ബ്രീത്ത് ഇൻ, സ്ലോലി ബ്രീത്ത് ഔട്ട്. പൂർണ്ണമായ വിശ്രമാവസ്ഥയിലേക്ക് താങ്കൾ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത് വളരെ വ്യക്തമായി താങ്കൾക്ക് മനസ്സിലാക്കാം. അഗാധമായ ഡെപ്തിലേക്ക് പോകുന്നതായിരിക്കും. യെസ്, സ്ലീപ്പ് സ്ലീപ്പ് സ്ലീപ്പ്. വിട്ടുകൊടുത്തേക്കുക, റിലാക്സ്ഡ് ആയിരിക്കുക. യു ആർ ഇൻ ഡീപ് സ്ലീപ്പ്, ഡീപ് സ്ലീപ്പ്. താങ്കൾക്ക് എത്ര ശ്രമിച്ചാലും തുറക്കാൻ സാധിക്കാത്ത വിധം അവ ഒട്ടിച്ചേർന്നിരിക്കുന്നു. താങ്കൾക്ക് വളരെ സുഖകരമായി കൺപോളകൾ ഇപ്പോൾ തുറക്കാൻ സാധിക്കുന്നതാണ്. 2, വളരെ വ്യക്തമായി തുറക്കാം. ആൻഡ് 3, യു ക്യാൻ ഓപ്പൺ യുവർ ഐസ്. ഓപ്പൺ ഓപ്പൺ ഓപ്പൺ. എന്താ ഫീൽ ചെയ്തേ? ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഓപ്പൺ ആക്കാനായിട്ട്. ഓക്കെ, പക്ഷെ പറ്റുന്നില്ല. എന്തുകൊണ്ടാ പറ്റാത്തെന്ന് വിചാരിച്ച് ശ്രമിച്ചോല്ലോ? ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. റിയലി പറഞ്ഞു. റിയലി? ഓക്കെ, താങ്ക് യു. എനിക്ക് കാണാമായിരുന്നു ഹാർഡ്ലി തുറക്കാൻ ട്രൈ ചെയ്യുന്നത്, പക്ഷെ സാധിക്കുന്നുണ്ടായിരുന്നു. ഞാനിത് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എനിക്ക് ഐസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതെന്തായിരിക്കും? അത് നമ്മൾ ഈ ഐസ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഒരു ഇൻസ്റ്റന്റ് ഹിപ്നോസിസ് എന്ന് പറയും. അപ്പൊ ഈ ഇൻസ്റ്റന്റ് ഹിപ്നോസിസിൽ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനെയാണ്, ഇപ്പം മോൾ അവിടെ ഇരുന്ന സമയത്ത് മോളുടെ ബോധ മനസ്സിനെ, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി നിർത്തിയിട്ട് സബ് കോൺഷ്യസുമായിട്ടാണ് ഡീൽ ചെയ്തത്. അപ്പൊ ആ സബ് കോൺഷ്യസിൽ കൊടുത്ത ഒരു എന്താ പറയാ സജഷൻസ്, അത് കാരണമാണ് നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റാതെ വന്നത്. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ മൈൻഡ് പവർ എന്ന് പറയും. ഇപ്പൊ അവിടെ ആ കുറച്ച് മുമ്പ് മോള് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് ആ മൈൻഡ് പവർ ആണ്. മൈൻഡിന് അത്രത്തോളം പവർ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അപ്പൊ ഹിപ്നോതെറാപ്പിസ്റ്റ് ആണല്ലോ, കൊട്ടാരക്കരയിലാണോ ഇതിന്റെ ഓഫീസ് വരുന്നത്? അതെ അതെ, നമ്മുടെ കൊട്ടാരക്കരയില് നമ്മുടെ പുത്തൂരോട്ട് പോകുന്ന റൂട്ടിൽ AM സ്ലിപ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് മാനസരോവർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ക്ലിനിക്ക് വർക്ക് ചെയ്യുന്നത്. നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിപ്നോതെറാപ്പി ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് പാക്കേജ് ആയിട്ടാണ് വരുന്നത്. എന്റെ ഒരു ഡൗട്ടാണ്, എപ്പോഴാണ് ഒരാൾ കൗൺസിലിംഗ് എടുക്കേണ്ടത്? എപ്പോഴാണ് ഒരാൾ ഒരു കൗൺസിലിംഗ് എടുക്കേണ്ടതെന്ന് സത്യത്തിൽ ആർക്കും അറിയില്ല. എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് മാനസിക രോഗങ്ങൾ വന്ന് അത് മൂർധന്യ അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മളൊരു കൗൺസിലിംഗ് എടുക്കേണ്ടതാണ്. പക്ഷെ അല്ല, ശരിക്കും ചെറിയൊരു ബ്രേക്കപ്പ് സംഭവിച്ചു, നമുക്കൊന്നുമില്ല, നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആവുന്നുണ്ട്. പക്ഷേ ടൈം വിൽ ഹീൽ എന്നാ പറയാ. ടൈം നമ്മളെ ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഒരു ബ്രേക്കപ്പിന് ശേഷം നമ്മളൊരു കൗൺസിലിംഗ് എടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓൺലൈൻ കൗൺസിലിംഗ്. കാരണം പലർക്കും നേരിട്ട് വന്ന് ഇത് എടുക്കുന്നത് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓൺലൈൻ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ തന്നെ പുതിയൊരു സെക്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എക്കോ ഫ്രണ്ട്ലി കൗൺസിലിംഗ് എന്ന് പറയും. അതായത് പല ആൾക്കാർക്കും ഇപ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് വന്ന് ഡയറക്റ്റ് വന്ന് കൗൺസിലിംഗ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ വീടിന്റെ സറൗണ്ടിങ്സിൽ ഈ പറയുന്നത് പോലെ ശാന്തസുന്ദരമായിട്ട് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് അവർക്ക് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡ്, അതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് തന്നെ നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കൊട്ടാരക്കരയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്കോ ഫ്രണ്ട്ലി കൗൺസിലിംഗ് വരുന്നത്. അതെ, കൊട്ടാരക്കരയിൽ എക്കോ ഫ്രണ്ട്ലി കൗൺസിലിംഗ് വരുന്നതും ആദ്യമായിട്ടാണ്. അത് മാത്രമല്ല, അതേപോലെ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിയുടെ ഒരു സെന്റർ വരുന്നതും എന്റെ അറിവിൽ കൂടി ഇവിടെ ആദ്യമായിട്ടാണ്. ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടും ഇങ്ങനെ ഒന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ മാനസരോവറിൽ ഒരു ബുക്കിംഗ് വേണമെങ്കിൽ അതിന്റെ കൺസൾട്ടേഷൻ ഡീറ്റെയിൽസും കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മുടെ മാനസരോവറിൽ കൺസൾട്ടേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീ ബുക്കിംഗ് കൺസൾട്ടേഷൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അത് തന്നെ നമുക്ക് വാട്സപ്പിലൂടെയാണ്. നമ്മുടെ വാട്സപ്പ് നമ്പേഴ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പിലൂടെ നമുക്ക് ബുക്ക് ചെയ്തിട്ട്, നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് കൃത്യമായ ഡേറ്റും സ്ലോട്ടും എടുത്തിട്ട് വന്ന് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ കൊട്ടാരക്കരയിൽ ആദ്യമായിട്ടാണ് ഹിപ്നോതെറാപ്പിക്ക് ഒരു ക്ലിനിക്ക് വരുന്നത്. സോ കൗൺസിലിങ്ങിനും ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മാനസരോവർ ദ മൈൻഡ് കെയർ സെന്ററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.